എന്റെ പ്രിയമുള്ള ഉമ്മവെങ്ങന്മാരെ, നമ്മൾ തന്നിഷ്ടം പോലെ ജീവിച്ചാൽ നമ്മളെ നിയന്ത്രിക്കാൻ ഒരു രക്ഷിതാവുണ്ട്. എവിടെ ജനിക്കണം എവിടെ മരിക്കണം എന്ന് തീരുമാനിച്ചവൻ അവനാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഫുൾ സ്റ്റോപ്പ് എവിടെയാകണമെന്ന് തീരുമാനിച്ചത് കഴിഞ്ഞ ഹജ്ജിന്റെ വേളയിൽ കണ്ടില്ലേ? പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചുറ്റുവട്ടവും തവാഫ് ചെയ്തുകൊണ്ടിരുന്ന പാലക്കാട് ജില്ലക്കാരിയായ മുഅ്മിനത്ത് എന്ന സഹോദരി, 30 വയസ്സുകാരിയായ പെങ്ങളാണ്. അതാ കൊടുങ്കാറ്റിൽ മേലെ നിന്ന് അടർന്നു വീണ ക്രെയിനിന്റെ ഭാഗം ആ സഹോദരിയുടെ തലയിലേക്ക് വീണ് മതാഫിൽ വെച്ച് ക്ഷണം തന്നെ മരണപ്പെട്ടു പോയില്ലേ? ആ മക്കൾ ഉമ്മയില്ലാത്ത വിധം അനാഥരായില്ലേ? കൂടെയുള്ള ഭർത്താവ് ചേതനയേറ്റ ഭാര്യയുടെ ശരീരമല്ലേ കാണുന്നത്? ഒരുമിച്ച് പോയി ഹജ്ജ് ചെയ്തിട്ട് സന്തോഷത്തോടെ നാട്ടിൽ വന്ന് മക്കളോടൊപ്പം ജീവിക്കണമെന്ന് കരുതിയിരുന്ന ഭർത്താവ് ഭാര്യയെ ജന്നത്തുൽ മുഅല്ലയിൽ കിടത്തിയിട്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ, മോളെ ഇവിടെ കിടന്നോ എന്ന് പറഞ്ഞ് യാത്രയാക്കി വന്നില്ലേ? തീരുമാനമാരുടേതാണ്, വേറെ ആരുടേതുമല്ല. ലോകാധികാരിയായ റബ്ബിന്റെ തീരുമാനം മാറ്റാൻ ഇവിടെ ഒരു തമ്പുരാനും സാധ്യമല്ല, ഇവിടെ ഒരു അധികാരിക്കും സാധ്യമല്ല. മോനെ, ഇത് ശരീരത്തിന്റെ ലോകമാണ്, ആത്മാവിന്റെ ലോകം വേറെയാണ്. ഈ ലോകത്ത് മരിക്കുന്നതോടെയെല്ലാം അവസാനിക്കുന്നില്ല. ഇതിനപ്പുറം ഒരു ലോകമുണ്ട്. ആ ലോകത്ത് സജ്ജനങ്ങൾക്ക് സ്വർഗമുണ്ട്. അതുകൊണ്ട് പെങ്ങളെ, അല്ലാഹു വിലക്കിയത് കാണല്ലേ, അല്ലാഹു വിലക്കിയെടുത്ത് പോവല്ലേ, അരുതായ്മയുടെ വഴികൾ തിരഞ്ഞെടുക്കല്ലേ. പെണ്ണ് നിയന്ത്രിച്ച ജീവിതം വേണമെന്ന് അവളുടെ രക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞ മതമാണ് ഇസ്ലാം.